ഹലോ മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റാണ് പരിചയപ്പെടുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്നലെ നമ്മൾ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരതും കൂടെ കാണുക. ഇംഗ്ലീഷിലെ ക്ലാസ്സുകളും കൂടെ ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ്. എന്താണ്? ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ്. എന്താ ട്രയൽസ് എന്ന വാക്കിൻ്റെ മീനിങ്? ട്രയൽസ് എന്ന വാക്കിൻ്റെ മീനിങ് ചലഞ്ചസ് എന്നാണ്. എന്താണ്? ചലഞ്ചസ്. ഓക്കെ, ഇനി ട്രയംസ് എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? വിക്ടറി അഥവാ സക്സസ് എന്നാണ് ട്രയംസ് എന്ന വാക്കിൻ്റെ മീനിങ്. നമുക്കൊരു സക്സസ് അഥവാ വിജയം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കടന്നു പോയിട്ടുണ്ടായിരിക്കും, ഇല്ലേ? നമ്മളൊരു എക്സാമിൽ നല്ല പോലെ വിജയം കൈവരിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക്സ്, നമ്മുടെ ഉറക്കം, അതുപോലെ തന്നെ ഒരുപാട് മറ്റ് പ്രതിസന്ധികൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും, അല്ലേ? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ഒരു വിക്ടറിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ചലഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കടന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ട്രയൽസ് എന്ന വാക്കിൻ്റെ മീനിങ് ചലഞ്ചസ് അഥവാ ഡിഫിക്കൽട്ടീസ്, പ്രതിസന്ധികൾ എന്നാണ്. ട്രയംസ് എന്ന വാക്കിൻ്റെ മീനിങ് വിക്ടറി അഥവാ വിജയം എന്നാണ്. നമുക്കൊരു ചെറിയ കോട്ട് നോക്കാം. It is only with the heart that one can see rightly. What is essential is invisible to the eye. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട്. ഹൃദയം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ കാണാൻ കഴിയും. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അത് ചിലപ്പോൾ നമ്മുടെ കണ്ണിന് എങ്ങനെയായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും, അല്ലേ? നമ്മുടെ കണ്ണിന് ഇൻവിസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഹൃദയം കൊണ്ട് മാത്രം കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എന്താ ചാപ്റ്ററിൻ്റെ പേര്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആരാ എഴുതിയത്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. ഓക്കെ, ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആൽബർട്ട് ക്യാമസിൻ്റെ ഒരു കോട്ട് നോക്കാം. ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. എന്താ നിഴലില്ലാതെ സൂര്യനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെ പ്രകാശമുണ്ടോ അവിടെ എന്ത് കാണും? ഷാഡോയും കാണും, അല്ലേ? പ്രകാശം ഉള്ളിടത്ത് എന്ത് കാണും? ഷാഡോയും കാണും. ഇത് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത്? സണ്ണും ഷാഡോയും. പരസ്പരം അവരെങ്ങനെയാണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. രാത്രിയെ അറിയുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. നമ്മളെപ്പോഴും പ്രകാശം മാത്രം കണ്ടാൽ മതിയോ? അല്ല, നമ്മൾ കുറച്ച് ചലഞ്ചസും അല്ലെങ്കിൽ കുറച്ച് സാഡ്നെസ്സും ഒക്കെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലെ യഥാർത്ഥ ഹാപ്പിനെസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? നിഴലില്ലാതെ ദർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്, അല്ലേ? നിഴലില്ലാതെ ആരില്ല? സൂര്യനില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തും കാണും? ഷാഡോയും കാണും. എപ്പോഴും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് മാത്രമായിരിക്കില്ല എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? എന്താണ് സണ്ണും ഷാഡോയും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ സൺ എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ് മീൻ ചെയ്യുന്നത്? ഹാപ്പിനെസ്. ഓക്കെ, സൺ ഇവിടെ എന്തിനെയൊക്കെയാണ് മീൻ ചെയ്യുന്നത്? ഹാപ്പിനെസ്, അതുപോലെ സക്സസ്, സന്തോഷം, അതുപോലെ വിജയം. നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിനെയാണ് ഇവിടെ സൺ എന്നൊരു വാക്കുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഷാഡോ ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഷാഡോ എന്നൊരു വാക്കുകൊണ്ട് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത് സ്ട്രഗിൾ, അല്ലേ? എന്തൊക്കെയാണ്? സ്ട്രഗിൾ, പിന്നെന്ത് വരും? ഹാർഡ്ഷിപ്സ്, നമ്മൾ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഷാഡോ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ മീൻ ചെയ്തിരിക്കുന്നത്. സൺ എന്ന് പറയുമ്പം ഹാപ്പിനെസ്, സക്സസ്, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഡാർക്കർ സൈഡിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ട്രഗിൾസ്, ഹാർഡ്ഷിപ്സ്, ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയൊക്കെയാണ് മീൻ ചെയ്യുന്നത്.
ഇനി വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെൻറ്റ്? ഇവിടെ നൈറ്റിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ്? ദ പെയിൻ, ദ സാഡ്നെസ്, ദ ഫെയിലുവേഴ്സ് അല്ലേ? പെയിൻ, വേദന, അതുപോലെ തന്നെ സങ്കടങ്ങൾ, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങൾ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഫേസിനെയൊക്കെയാണ് ഇത് നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇനി ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് ഗുഡ് ടൈംസും ബാഡ് ടൈംസും പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ദേ ആർ ഇൻ്റർ കണക്റ്റഡ് അല്ലേ? ഗുഡ് ടൈംസും ബാഡ് ടൈംസും ഇൻ്റർ കണക്റ്റഡ് ആണ്. വിത്തൗട്ട് സോറോ വി വുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ജോയ് അല്ലേ? നമുക്ക് ദുഃഖമില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. വിത്തൗട്ട് സോറോ വി വുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ജോയ്. അല്ലേ? ഒരു സങ്കടത്തിന് ശേഷമുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? എപ്പോഴും സന്തോഷം മാത്രമായിരുന്നാൽ നമുക്ക് ആ സന്തോഷം എൻജോയ് ചെയ്യാൻ കഴിയില്ല. ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തിന് എൻജോയ് ചെയ്യാൻ കഴിയൂ എന്നാണ് ഇവിടെ ആൽബർട്ട് ക്യാമസിൻ്റെ ആ ഒരു കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഓവറോൾ ആ ഒരു കോട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ്. ലൈഫ് എപ്പോഴും ഒരിക്കലും ഇങ്ങനെയല്ല പ്രകാശം നിറഞ്ഞതും ഹാപ്പിനെസ്സും ആയിരിക്കില്ല. വി മസ്റ്റ് ഫേസ് ചാലഞ്ചസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാല്യൂ ദ ഗുഡ് മൊമെൻറ്റ്സ്. നമ്മുടെ ആ ഗുഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ചലഞ്ചസ് എന്ത് ചെയ്തിരിക്കണം, ഫേസ് ചെയ്തിരിക്കണം അല്ലേ? ചെറിയ ചെറിയ ചലഞ്ചസൊക്കെ ഫേസ് ചെയ്താൽ മാത്രമേ ഗുഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. കൈൻഡ്നെസ് ആൻഡ് എമ്പതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ലോകത്ത് ആവശ്യമായിട്ടുള്ള രണ്ട് ക്വാളിറ്റീസാണ് കൈൻഡ്നെസ്, ദയ, ആൻഡ് എമ്പതി, സഹാനുഭൂതി. ദയയും സഹാനുഭൂതിയും നമ്മുടെ ലോകത്ത് ആവശ്യമായിട്ടുള്ള രണ്ട് ക്വാളിറ്റീസാണ്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൺ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഒരു വ്യക്തി ഇപ്പോൾ എന്താണ് അയാളുടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമേറിയ സമയത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും അയാളോട് കുറച്ച് ദയയോ സഹാനുഭൂതിയോ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ കുറച്ച് ലൈറ്റും അതുപോലെ പറഞ്ഞാൽ കുറച്ച് പ്രതീക്ഷയും നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കൈൻഡ്നെസ്സും എമ്പതിയും എന്ത് സ്പ്രെഡ് ചെയ്യുന്നു? ലൈറ്റും ഹോപ്പും അല്ലെ? ഒരു പ്രകാശവും ഒരു പ്രതീക്ഷയും സ്പ്രെഡ് ചെയ്യുന്നു. ഈവൺ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം, ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസിൽ പോലും ഹോപ്പ്, പ്രതീക്ഷ നൽകാൻ ആർക്ക് കഴിയും? കൈൻഡ്നെസ്സിനും എമ്പതിക്കും കഴിയും. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്, എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. എന്താ പറഞ്ഞത്? ദുർബലരായിട്ടുള്ളവരെയും ക്ഷീണിതരായിട്ടുള്ളവരെയും നമ്മുടെ സമൂഹം എപ്പോഴും എന്താ ചെയ്യാറുള്ളത്? ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ സമൂഹം എപ്പോഴും ദുർബലരായിട്ടുള്ളവരെയും അതുപോലെ തന്നെ ക്ഷീണിതരായിട്ടുള്ളവരെയും കൂടുതലും ഐസൊലേറ്റ് ചെയ്യുക, മീൻസ് ഒറ്റപ്പെടുത്തുക. ഐസൊലേറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് ഒറ്റപ്പെടുത്തുക എന്നാണ് കേട്ടോ. ഐസൊലേറ്റ്, ഒറ്റപ്പെടുത്തുക എന്നാണ് വാക്കിൻ്റെ മീനിങ്. വീക്ക് ആൻഡ് വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണിതനും ദുർബലനും എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ അല്ലേ? We may not always realize that even small act of compassion can have a significant impact on many lives. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ചെറിയ രീതിയിലുള്ളൊരു കമ്പാഷൻ. എന്താ കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാനുഭൂതി അല്ലെങ്കിൽ കാരുണ്യം, ആ ഒരു സഹതാപം, ചെറിയ രീതിയിലുള്ള കാരുണ്യം പോലും ഒരുപാട് ജീവിതങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ എന്ത് ചെയ്യും? കഴിയും. ഒരുപാട് ജീവിതങ്ങളിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു കമ്പാഷൻ എന്ത് ചെയ്യാൻ കഴിയും? മാറ്റം കൊണ്ടുവരാൻ കഴിയും. നമുക്ക് യൂണിറ്റിലോട്ട് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. എ വെരി ഓൾഡ് മാൻ, ഒരു വയസ്സായ മനുഷ്യൻ, ഒത്തിരി പ്രായമേറിയ ഒരു മനുഷ്യൻ. വിത്ത് ഇനോർമസ് വിങ്സ്. ഇനോർമസ് മീൻസ് ബിഗ് എന്നാണ് മീനിങ്. ഇനോർമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിഗ്, വലിയ ചിറകുകളുള്ള ഒരു പ്രായമേറിയ മനുഷ്യൻ. ഓക്കെ, വലിയ ചിറകുകളുള്ള ഒരു പ്രായമേറിയ മനുഷ്യൻ. ആരാ എഴുതിയത്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. The light was weak even at noon. ഉച്ച സമയത്ത് പോലും ലൈറ്റ് എങ്ങനെയായിരുന്നു? വീക്കായിരുന്നു. എന്ന് വെച്ചാൽ പ്രകാശം വളരെ കുറവായിരുന്നു, ഒരു മങ്ങിയ പ്രകാശമായിരുന്നു ഉച്ച സമയത്ത് പോലും. ഈ കഥയിലെ ഒരു ക്യാരക്ടറാണ് പെലായോ.
പെലായോ എന്ത് ചെയ്യാണ്? വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. റിയർ മീൻസ് പുറകുവശം. റിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുറകുവശം. ഗ്രോണിങ് മീൻസ് ഈ ഞരങ്ങുക എന്നൊക്കെ പറയില്ലേ, ഈ വയസ്സായ ആൾക്കാർ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ പുറപ്പെടുവിക്കില്ല, അതിനാണ് ഗ്രോണിങ്, ഞരങ്ങുക എന്ന് പറയും. അപ്പോൾ ഈ പെലായോ നോക്കിയപ്പോൾ അയാൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അയാളുടെ കോർട്ട്യാർഡിൻ്റെ പുറകുവശത്തായിട്ട് എന്തോ അനങ്ങുന്നതായിട്ടും എന്തോ ഞരങ്ങുന്നതായിട്ടും അയാൾ കണ്ടു. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. He had to go very close to see that it was an old man, a very old man. അയാൾക്ക് വളരെ അടുത്തായി പോകേണ്ടി വന്നു. അതൊരു പ്രായമേറിയ മനുഷ്യനാണ്, വളരെ പ്രായമേറിയ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെലായോയ്ക്ക് വളരെ അടുത്തായിട്ട് പോകേണ്ടി വന്നു. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ഈ കണ്ട പ്രായമേറിയ മനുഷ്യൻ എങ്ങനെ കിടക്കുകയാണ്? മഡ് എന്താ? മഡ് ചെളി. ചെളിയിൽ മുഖം താഴ്ത്തി, അല്ലെ, ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുവാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്, ഇംപെഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. ട്രെമൻഡസ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഭയങ്കരമായിട്ട് പരിശ്രമിച്ചിട്ടും, എന്നിട്ടും എന്നാണ് ഇൻസ്പൈറ്റ് എന്ന വാക്കിൻ്റെ മീനിങ്. അതിഭയങ്കരമായി നന്നായി പരിശ്രമിച്ചിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇംപെഡഡ് മീൻസ് തടസ്സം. എന്താണ് അവിടെ തടസ്സം ചെയ്തത്? ഹിസ് ഇനോർമസ് വിങ്സ്. അയാളുടെ വലിയ ചിറകുകളുടെ തടസ്സം കാരണം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? എഴുന്നേൽക്കാനായിട്ട് കഴിഞ്ഞില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child. Frightened by the sight. ഈ കാഴ്ച കണ്ട് പേടിച്ചു പോയി. ആര്? നമ്മുടെ പെലായോ. ഫ്രൈറ്റൻഡ് മീൻസ് പേടിക്കുക, സൈറ്റ് മീൻസ് കാഴ്ച. ഈ കാഴ്ച കണ്ട് പേടിച്ച പെലായോ ആരടുത്തേക്ക് ഓടി? എലിസാൻഡയുടെ അടുത്തേക്ക് ഓടി. ആരാ എലിസാൻഡ? പെലായോയുടെ വൈഫാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. സിക്ക് ചൈൽഡ് അവരുടെ സുഖമില്ലാത്ത കുട്ടിക്ക് കംപ്രസസ് കൊടുക്കുക, ആവി പിടിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചൂടാവി കൊടുക്കുകയായിരുന്നു. കംപ്രസ് ചെയ്യുക അറിയാമല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ചൂട് കൊണ്ടിങ്ങനെ അമർത്തി കൊടുക്കുക, ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി തടവി കൊടുക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെലായോ വീട്ടിലേക്ക് വരികയായിരുന്നു. അയാളുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് എന്ത് കണ്ടു? ഒരു വൃദ്ധനായ മനുഷ്യൻ ചെളിയിൽ മുഖം പൊത്തി കിടക്കുന്നത് കണ്ടു. അയാൾ എഴുന്നേൽക്കാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുതുകത്ത് പുറകിലായിട്ട് അയാളുടെ വലിയ ചിറകുകളുള്ളത് കാരണം അയാൾക്ക് എണീക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ട് ആര് പേടിച്ചു? നമ്മുടെ പെലായോ പേടിച്ചു. പെലായോ നേരെ എലിസാൻഡയുടെ അടുത്തേക്ക് ഓടി. എലിസാൻഡോ അപ്പോൾ എന്ത് ചെയ്യായിരുന്നു? അസുഖമില്ലാതെ അവരുടെ കുട്ടിക്ക് കംപ്രഷൻ കൊടുക്കുകയായിരുന്നു. He took her to the rear of the courtyard. They both looked at the fallen body. He took her to the rear of the courtyard. Rear എന്താ? റിയർ പിൻഭാഗം. ഓക്കെ, മുറ്റത്തിൻ്റെ പിൻഭാഗത്തേക്ക് പെലായോ എലിസാൻഡയും കൂട്ടി വന്നു. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. രണ്ടുപേരും എന്ത് ചെയ്തു? ആ വീണ് കിടക്കുന്ന ആ ഒരു ബോഡിയിലോട്ട് നോക്കി, വീണ് കിടക്കുന്ന ആ മനുഷ്യനെ നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആരാ റാഗ് പിക്കർ? ഈ വേസ്റ്റിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്ത് ജീവിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഗ് പിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ആ വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ജീവിക്കുന്ന ആളിനെയാണ്. അതുപോലെയായിരുന്നു ആരും വേഷം ധരിച്ചിരുന്നത്? ഈ മണ്ണിൽ കിടക്കുന്ന മനുഷ്യനും വേഷം ധരിച്ചിരുന്നത്. There were only a few faded hairs left on his bald skull. അയാളുടെ തലയോട്ടിയിൽ, അയാളുടെ തലയിൽ, ബാൾഡ് സ്കൾ കഷണ്ടിയായ തലയിൽ ഒന്നോ രണ്ടോ നരച്ച മുടികൾ എന്ത് ചെയ്യുന്നു? ഫ്യൂ മീൻസ് കുറച്ച്, നരച്ച മുടികളുണ്ടായിരുന്നു. ഫേഡഡ് മീൻസ് മങ്ങിയ, നരച്ച മുടികളുണ്ടായിരുന്നു. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വളരെ കുറച്ച് പല്ലുകൾ മാത്രമാണ് വായിലുണ്ടായിരുന്നത്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥ നോക്കിയപ്പോൾ എന്താ മനസ്സിലായി? സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ.
എന്താണ് ചെളിയിൽ പുതഞ്ഞല്ലേ കിടക്കണ, നനഞ്ഞു കുതിർന്ന്, ഡ്രഞ്ചഡ് മീൻസ് നനഞ്ഞു കുതിർന്ന എന്നുള്ളൊരു മീനിങ് ആണ്. ഡ്രഞ്ചഡ് ഗ്രാൻഡ് ഫാദർ, നനഞ്ഞു കുതിർന്ന് ഒരു വൃദ്ധനായ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്, കിടക്കുവാണ്. ആ ഒരു പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ അല്ലേ, ഒരു വൃദ്ധൻ എന്ത് ചെയ്യാണ്, നനഞ്ഞു കുതിർന്ന് കിടക്കുവാണ്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. This took away any sense of grandeur he might have had. Grandeur means ആ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം. അപ്പോൾ ഈ ഒരു അവസ്ഥ അയാൾക്കുണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഇയാൾക്കുണ്ടായിരുന്ന ആ ഒരു ഗാംഭീര്യത്തിനെയും ഐശ്വര്യത്തിനെയൊക്കെ എന്ത് ചെയ്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടല്ലേ, അതിനെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. His huge buzzard wings, dirty and half plucked, were entangled in the mud. ബസാർഡ് മീൻസ് ഒരു പരുന്തിനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേട്ടോ. അതിന് നമ്മൾക്കറിയാം കഴുകനൊക്കെ വലിയ വിങ്സ് ഉണ്ട്, അതുപോലെയുള്ള വിങ്സ്. ഡർട്ടി അതെങ്ങനെയാണ്, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ഹാഫ് പ്ലക്കഡ് മീൻസ് പകുതിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടല്ല പകുതി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. എൻറ്റാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുടുങ്ങിക്കിടക്കുകയാണ്. അതും എന്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, മഡ്, ചെളിയിലായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ഓൾഡ് മാൻ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാൻ നേരത്ത് ഇത് ആവശ്യമാണ് കേട്ടോ. ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ, ഒരു റാക്ക് പിക്കറിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫെയ്ഡഡ് ഹെയർസ് അയാളുടെ ബാൾഡിലുണ്ട്, കുറച്ച് ടീത്ത് അയാളുടെ മൗത്തിലുണ്ട്. അയാളുടെ ആ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ്, നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന ഒരു വൃദ്ധനെ നമുക്ക് ഓർമ്മ വരുത്തും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ അയാളിലുള്ള ഗാംഭീര്യത്തിനെയും ഐശ്വര്യത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു, മായ്ച്ച് കളയുന്നുണ്ട്. അയാളുടെ വലിയ വിങ്സ് പാതി പറിച്ചതും അല്ലെങ്കിൽ പാതി മുറിച്ചിട്ടുള്ളതും വൃത്തിയില്ലാത്തതുമായ ആ ഒരു വിങ്സ് എന്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.